ശാസ്ത്രവും വിവരസാങ്കേതികവിദ്യയും സാമൂഹ്യക്രമവും ഇത്രയേറെ പുരോഗമിച്ച ഒരാധുനിക കാലത്ത് ബുദ്ധിയും വിവേകവുമുള്ള ഒരു സമൂഹത്തിന് യാതൊരു തരത്തിലും ഉൾക്കൊള്ളാനാകാത്തൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് ഫാസിസം. ഒരു പരിഷ്കൃത ലോകത്തിലേക്കുള്ള ചരിത്രത്തിൻ്റെ നാൾവഴികളിൽ അതെങ്ങനെയാണ് ജനസാമാന്യങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചില പ്രത്യേക ജനവിഭാഗങ്ങളെ മാത്രം ഉന്മൂലനം ചെയ്യാനുള്ള വഴികൾ തേടിയതെന്നും അതിനവർ കണ്ടെത്തിയ ന്യായങ്ങൾ എന്തൊക്കെയെന്നും അറിഞ്ഞിരിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതിനെ തിരിച്ചറിയേണ്ടതും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതും ഇതിൻ്റെ അനിവാര്യത കൂടിയാണ്. നമസ്കാരം. ലോകായനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാസിസ്റ്റ് പാർട്ടികളും പ്രസ്ഥാനങ്ങളും പരസ്പരം കാര്യമായി വ്യത്യാസപ്പെട്ടിരുന്നു. എങ്കിലും തീവ്രമായ ദേശീയത, തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തോടും രാഷ്ട്രീയ സാംസ്കാരിക ലിബറലിസത്തോടുമുള്ള അവഹേളനം, സാമൂഹ്യ ശ്രേണിയിലും വരേണ്യവർഗങ്ങളുടെ ഭരണത്തിലുമുള്ള വിശ്വാസം എന്നിവയാണ് മറ്റ് പ്രത്യേകതകൾ. രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് എന്ന വ്യാജേന കീഴ്പ്പെടുത്തുന്ന ജനങ്ങളുടെ ഒരുതരം അടിമ മനോഭാവമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള ആഗ്രഹമാണ് ഇവരെ നയിക്കുന്നത്. എതിർപ്പുകളെ ബലപ്രയോഗത്തിലൂടെ അടിച്ചമർത്തൽ, പ്രത്യേക സാമൂഹ്യ ശ്രേണിയിലുള്ള വിശ്വാസം, രാഷ്ട്രത്തിൻ്റെയോ വംശത്തിൻ്റെയോ താൽപ്പര്യങ്ങൾക്കായി വ്യക്തിഗത താൽപ്പര്യങ്ങളെ കീഴ്പ്പെടുത്തൽ, സമൂഹത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയുടെയും ശക്തമായ റെജിമെൻറ്റേഷൻ എന്നിവയാണ് ഫാസിസത്തിൻ്റെ മറ്റ് ചില സവിശേഷതകൾ. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഇതിന് യൂറോപ്പിൽ കൂടുതൽ പ്രചാരമുണ്ടായത്. സ്വേച്ഛാധിപതിയായ ഒരു നേതാവിൻ്റെ കീഴിലുള്ള കേന്ദ്രീകൃത സ്വേച്ഛാധിപത്യത്തിലൂടെയുള്ള സൈനികത സൃഷ്ടിച്ചാണ് ഇവർ മുന്നേറുന്നത്. ജനാധിപത്യം, ലിബറലിസം, ബഹുസ്വരത, കമ്മ്യൂണിസം, സോഷ്യലിസം എന്നിവയാണ് ഇവരുടെ പ്രഖ്യാപിത ശത്രുക്കൾ. പരമ്പരാഗത ഇടത് വലത് സ്പെക്ട്രത്തിൻ്റെ വലതുവശത്താണ് ഫാസിസത്തിൻ്റെ സ്ഥാനം. ഫാസിസം അമിതമായ ദേശഭക്തിയിലുള്ള ശ്രദ്ധയും ഐക്യത്തെയും ആരാധനകളെയും അടയാളപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ പെരുമാറ്റ രീതി കൂടിയാണ്. പരമ്പരാഗത വരേണ്യവർഗങ്ങളുമായി സഹകരണത്തിൽ പ്രവർത്തിക്കുന്ന അതിദേശീയവാദികളുടെ ഒരു ബഹുജനാധിഷ്ഠിത പാർട്ടിയായാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഫാസിസത്തിൻ്റെ ഉത്ഭവവും സങ്കീർണവും പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന നിരവധി വീക്ഷണകോണുകളും ഉൾപ്പെടുന്നതാണ്. മറ്റിതര സംസ്കാരങ്ങളാൽ അധപ്പതിച്ചു എന്ന് വാദിച്ച് തനത് സംസ്കാരത്തെ ആത്യന്തികമായി മോചിപ്പിച്ച് ദേശീയ പുനർജന്മമെന്ന ഒരു മിഥ്യാസങ്കല്പത്തെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നത്. ഒന്നാം ലോകമഹായുദ്ധ സമയത്ത് ഇടതുപക്ഷ സംഘടനാ തന്ത്രങ്ങളും വലതുപക്ഷ രാഷ്ട്രീയ വീക്ഷണങ്ങളും സ്വീകരിച്ച് ഇറ്റാലിയൻ ദേശീയ സിൻഡിക്കലിസ്റ്റുകളാണ് ഫാസിസം സ്ഥാപിച്ചത്. തീവ്ര വലതുപക്ഷമെന്ന് കരുതപ്പെടുന്ന ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു പ്രധാന ഘടകം ഉന്നതരെന്ന് കരുതപ്പെടുന്ന ഒരു ജനതയുടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള അവകാശത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതേസമയം താഴ്ന്നവരെന്ന് കരുതപ്പെടുന്ന ഘടകങ്ങളെ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നതുമാണ്. ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ രൂപപ്പെടുത്തിയ ആദ്യകാല സ്വാധീനങ്ങൾ പുരാതന ഗ്രീസിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോയുടെ കൃതികളോട് മുസോളിനിക്ക് ശക്തമായ ഒരു അടുപ്പമുണ്ടായിരുന്നു. ഫാസിസ്റ്റുകൾ ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെയും സാമ്പത്തിക സംവിധാനത്തെയും ഉൾപ്പെടെ രാഷ്ട്രത്തെ മൊത്തത്തിൽ തങ്ങളുടെ വീക്ഷണത്തിനും മൂല്യങ്ങൾക്കും രീതികൾക്കും അനുസൃതമായി ഉടച്ചു വാർക്കാനാണ് ലക്ഷ്യമിടുന്നത്. മാനുഷിക മൂല്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിയമങ്ങളും ചട്ടങ്ങളും വളച്ചൊടിക്കുന്നതാണ് ഇതിൻ്റെ രീതിശാസ്ത്രം. ഫാസിസ്മോ എന്ന വാക്ക് ഇറ്റാലിയൻ ഭാഷയിൽ കൂട്ടിക്കെട്ടുക എന്നർത്ഥമുള്ള ലത്തീൻ ഭാഷയിലെ ഫാസസ് എന്ന വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഒരു കോടാലിയുടെ പിടിക്ക് ചുറ്റും കമ്പുകൾ കൂട്ടിക്കെട്ടിയ തരത്തിലുള്ള കെട്ടാണ് ഫാസസ്. ഇത് പുരാതന റോമൻ മജിസ്ട്രേറ്റുമാരുടെ അധികാര ചിഹ്നമായിരുന്നു. അവരുടെ ലിക്ടർമാർ എന്ന സേവകർ വഹിച്ചിരുന്ന ഈ ആയുധം മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് പ്രകാരമുള്ള ശിക്ഷകൾ നടപ്പാക്കുന്നതിനും ഉപയോഗിച്ചിരുന്നു. ഐകമത്യം, മഹാബലം എന്നതിനെയാണ് ഫാസസ് എന്ന വാക്ക് പ്രതിനിധാനം ചെയ്യുന്നത്. ഫാസിസം എന്നത് ഒരുതരം സമഗ്രാധിപത്യ രാഷ്ട്രീയ നേതൃത്വമാണ്. ഇപ്രകാരമുള്ള ഭരണകൂടങ്ങളുടെ അടിസ്ഥാനം യുദ്ധ കേന്ദ്രീകൃത സമീപനം, വീരാരാധന, ഒരു പൊതുശത്രുവിനെ പ്രഖ്യാപിച്ച് ഒരു ജനതയെയോ രാഷ്ട്രത്തെയോ ഏകീകരിക്കുക എന്ന ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ളതാണ്. ഫാസിസ്റ്റുകൾ ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെയും സാമ്പത്തിക സംവിധാനത്തെയും ഉൾപ്പെടെ
രാഷ്ട്രത്തെ മൊത്തത്തിൽ തങ്ങളുടെ വീക്ഷണത്തിനും കപട മൂല്യങ്ങൾക്കും രീതികൾക്കും അനുസൃതമായി ഉടച്ചു വാർക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിലുണ്ടായിട്ടുള്ള പല മുന്നേറ്റങ്ങളും ഫാസിസം എന്ന വാക്കിൻ്റെ മൂലാർത്ഥത്തോട് യോജിക്കുന്ന ചിഹ്നങ്ങൾ സ്വീകരിച്ചു. ഉദാഹരണത്തിന് ഒരു നുകത്തിൽ അനേകം അസ്ത്രങ്ങൾ ചേർത്ത് വച്ച ചിഹ്നമാണ് ഫാലഞ്ച്. നിർവചിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് ഫാസിസം. 922 മുതൽ 943 വരെ മുസോളിനിയുടെ കീഴിൽ ഇറ്റലിയിൽ നിലനിന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിശേഷിപ്പിക്കുവാനാണ് ഫാസിസം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത്. 1995 ഉംബർട്ടോ എക്കോ എഴുതിയ നിതാന്ത ഫാസിസം എന്ന ലേഖനത്തിൽ ഇതിൻ്റെ വ്യത്യസ്തമായ ചില ലക്ഷണങ്ങളെപ്പറ്റി എടുത്തു പറയുന്നുണ്ട്. അവയിൽ ചിലതൊക്കെ പരസ്പര വിരുദ്ധം എന്ന് തോന്നാമെങ്കിലും എല്ലാം കൂടി ഒന്നിച്ചു ചേർന്നില്ലെങ്കിലും ഫാസിസമാകും എന്നും എക്കോ പറയുന്നു. അതിൽ 10 എണ്ണത്തെപ്പറ്റിയാണ് ഇനി പറയുന്നത്. ഒന്നാമത്തേത്, ഇവർ ആധുനികതയെ തള്ളിക്കളഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ പഴഞ്ചൻ പരമ്പരാഗത സംസ്കാരങ്ങളെ സമന്വയിപ്പിച്ച് അവയെ അമിതമായിട്ട് ആരാധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്, യുക്തിബോധത്തെയും സ്വതന്ത്ര ചിന്തയെയും നിഷേധിച്ചുകൊണ്ട് ആധുനിക സംസ്കാരത്തെയും ശാസ്ത്രത്തെയും ആക്രമിക്കുന്ന പ്രവണത പ്രകടിപ്പിക്കുകയും അത്തരം പ്രവൃത്തികളിൽ വ്യാപൃതരാകുകയും ചെയ്യുന്നു. 3, ദാർശനിക ചർച്ചകളെയും യുക്തിചിന്തയെയും അവമതിച്ച് അതിനെ വിശ്വാസവഞ്ചനയായി ചിത്രീകരിക്കുന്നു. 4, വ്യത്യസ്തതയെയും സമൂഹത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന നാനാത്വത്തെയും ഭയക്കുന്നു. വംശവെറിയുടെയോ മതജാതി സ്പർദ്ധയുടെയോ രൂപത്തിൽ അവയെ ഭിന്നിപ്പിക്കുവാനും തമ്മിലടിപ്പിക്കാനുള്ള പ്രേരണ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നു. 5, ഒരു വലിയ സമൂഹ ഗണമായ മധ്യവർഗത്തിൻ്റെ സാമ്പത്തിക ക്ലേശത്തെ പെരുപ്പിച്ച് കാട്ടി അവർക്കുള്ള പിന്തുണ ഉറപ്പുവരുത്തുന്നു. 6, ഒരു പൊതു സാങ്കല്പിക ശത്രുവിനെ സൃഷ്ടിച്ച് വെറുപ്പും വിദ്വേഷവും പടർത്തി സമൂഹത്തിൽ ഭീതി വിതയ്ക്കുന്നു. 1930കളിൽ ജർമ്മനിയിൽ നിലനിന്നിരുന്ന ജൂതവിരോധം ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്. 7, ശത്രുസ്ഥാനത്തുള്ളവരുമായുള്ള സമാധാന ചർച്ചകളെ പൊള്ളത്തരമായി കണ്ട് അവഗണിച്ച് അവരോടുള്ള നിരന്തര പകപോക്കലിലൂടെ ശത്രുവിൻ്റെ ഉന്മൂലനം ലക്ഷ്യം വെക്കുന്നു. 8, തങ്ങൾ സ്വയം കുലീനരാണെന്നുള്ള ബോധ്യവും മതജാതി ദുർബല വിഭാഗങ്ങളോടുള്ള അവജ്ഞയും അവർക്ക് നിലനിൽക്കാൻ പോലും അർഹതയില്ല എന്നുള്ള വിശ്വാസം പടർത്തി സാമൂഹ്യാന്തരീക്ഷത്തെ നിരന്തരം കലുഷിതമാക്കിക്കൊണ്ടിരിക്കും. 9, ജനതയുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമാകാമെങ്കിലും അത് ഉൾക്കൊള്ളാതെ സ്വേച്ഛാധിപത്യപരമായ തീരുമാനങ്ങൾ സ്വയം തീരുമാനിച്ച് അത് ഭരണകൂടം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നു. 10, യുക്തിബോധത്തെയും ചിന്തയെയും പ്രതികരണങ്ങളെയും ഒക്കെ അടിച്ചമർത്തി ഒരു പ്രാചീന ഭാഷയ്ക്കും അതിലൂടെ ഉണ്ടായ കൃതികൾക്കും ദൈവീകത കൽപ്പിച്ച് ചരിത്രത്തെ അപനിർമ്മിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ലക്ഷണം. ഇത്തരം ലക്ഷ്യങ്ങളോടെ ആധുനിക കാലത്ത് പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടത്തെ നിങ്ങൾക്കറിയുമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദിയോടെ വിട.